മറ്റൊന്ന് ഇന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും BJPയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും. കാരണം BJPയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് BJPയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത്, BJPയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും. എന്തായാലും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും. എന്തായാലും ഞാനൊന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് സംശയിക്കാൻ കാരണം BJPയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റിനുള്ള സ്വഭാവ സവിശേഷതയാണ്. അദ്ദേഹം യുവമോർച്ചയിൽ ഉണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, അതിന്റെ എന്തിന്റെ പേരിലാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത്, ഇതൊക്കെ അന്വേഷിക്കട്ടെ. ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോകളിൽ ഈ അവന്തിക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലാണ് ഗൂഢാലോചന ആരോപിക്കുന്നത്. ബാക്കിയൊന്നിലൊന്നും ആരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പറയുന്നില്ല, അതിൽ ഇരകളുടെ പേരും ഒന്നും. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കേണ്ട നടപടികൾ, രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നടപടികൾ അത് പാർട്ടി സ്വീകരിക്കും, കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പാലക്കാട് അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരെന്താണ് പാലക്കാട് എന്ന് അന്വേഷിച്ചാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉന്നയിക്കുന്നതിന് പിന്നെ രാജേഷിനും വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ അതിലൊരു പങ്കുണ്ടായിരിക്കാം. BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആരാ പറഞ്ഞത്? ഈ ആക്ഷേപം ഉന്നയിച്ച ആൾ തന്നെ പറഞ്ഞല്ലേ. അപ്പൊ അദ്ദേഹം ആർക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടട്ടെ. അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എന്റെ താല്പര്യം. ഇതിപ്പോ ഇത് ഈ ശബ്ദരേഖ പുറത്തു വന്നുകൊണ്ട് പറയുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ പുറത്തു വന്നല്ലോ. ഇപ്പോൾ പറഞ്ഞത് വളരെ പഴയ സംസാരം എന്ന് പറയുന്നു, പിന്നെ പറയുന്നു 2 ആഴ്ച പഴക്കമുള്ളതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്നത് ചെയ്യും. അല്ല, കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുത്തോ അതിനൊപ്പമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാനുള്ളത്. അത് സംബന്ധിച്ച് അതിൽ കൂടുതൽ ഒരു അഭിപ്രായം പറയാനില്ല. പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റും ഒക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിലപ്പുറം